ഹലോ. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഇതുപോലെ കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് ഒരു അര കിലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിലൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ. വെള്ളച്ചോറിനൊപ്പം അതുപോലെ തന്നെ ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കോവയ്ക്കും ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു രസമല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി കോവയ്ക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഉപ്പൊക്കെ എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു അടപ്പിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടിക്കൊടുക്കാം. അപ്പോൾ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരും കേട്ടോ. അപ്പോൾ അരിയുമ്പോൾ നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതുപോലെ. അപ്പോൾ അടപ്പിട്ടൊന്ന് മൂടിക്കൊടുക്കാം. ഇനി ഇതിന് അടപ്പൊന്ന് തുറന്നപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ഇനി നന്നായിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുത്താൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടപ്പൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇതുപോലെ മൊരിഞ്ഞ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്ത്